അപ്പോൾ അടുത്ത ചോദ്യം ഇങ്ങനെയായിരുന്നു, അതായത് ലെറ്റ് ഗോ അല്ലെങ്കിൽ ഒരു സറണ്ടർ സ്റ്റേജിൽ DM-നെ ഫുള്ളായിട്ട് ബ്ലോക്ക് ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളത്. സറണ്ടർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ ആ ഒരു എനർജി ഡിറ്റാച്ച് ചെയ്യുക എന്നുള്ളതാണ്. അവിടെ ഒരു റിവെഞ്ച് അല്ലെങ്കിൽ ആ ഒരു കഠിനമായൊരു തീരുമാനം എടുക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യകത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അപ്പോൾ അതെന്താവുമെന്ന് വെച്ചാൽ ഒരു ഫോഴ്സ്ഫുള്ളി ഒരു എടുക്കലായിരിക്കും. അപ്പോൾ അതൊരു റിവെഞ്ച് പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ആൾ റിപ്പീറ്റഡായിട്ട് എന്തെങ്കിലും ട്രിഗർ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ മെൻ്റൽ പീസ് തകർക്കുന്ന രീതിയിലാണോ കമ്മ്യൂണിക്കേഷൻ വരുന്നത്, ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രം ബ്ലോക്ക് ചെയ്താൽ മതി. അതുപോലൊരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു, അതായത് ചേസിങ് നല്ല രീതിയിൽ കുറവുണ്ട്, ഏത് സ്റ്റേജിലാണ് റണ്ണർ ചേസർ, എത്രാമത്തെ സ്റ്റേജിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്നർ വർക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഉള്ളിൽ തോന്നി തുടങ്ങുന്നതൊക്കെ എപ്പോഴാണെന്ന് ചോദിച്ചിട്ടുണ്ട്. റണ്ണർ ചേസർ എന്ന് പറഞ്ഞ ഡൈനാമിക് സാധാരണയായി ഒരു തുടങ്ങുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഒരു റെക്കഗ്നേഷൻ്റെയും ഒരു ബബിൾ ലവിൻ്റെയും അതുപോലെ തന്നെ ഒരു ട്രിഗറിങ് വരും. അതിനുശേഷമാണ് ഈ ഒരു റണ്ണർ ചേസർ എന്ന് പറഞ്ഞ ഡൈനാമിക് തുടങ്ങുക. അത് തുടങ്ങി കഴിയുമ്പോൾ തന്നെ ഉണ്ടാകുന്നത് ഒരു സപ്പറേഷനാണ്. സപ്പറേഷന് ശേഷമാണ് നമ്മളൊരു സറണ്ടർ അല്ലെങ്കിൽ ഒരു ലെറ്റ് ഗോയ്ക്ക് ഒരു ഇത് വരാം. അപ്പോൾ അതിനുശേഷം നമ്മൾ നല്ല രീതിയിൽ ഇന്നർ വർക്ക് ചെയ്തു തുടങ്ങും. അപ്പോൾ ഈ ഇന്നർ വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ ഓൾറെഡി നമ്മൾ DM ആയിട്ട് ഡിറ്റാച്ച്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ DM നമ്മളെ ബ്ലോക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ സമയത്താണ് നമുക്ക് ഇന്നർ വർക്ക് ചെയ്യാനായിട്ട് തോന്നുക. അത് ആ സമയത്ത് നമുക്ക് എന്താണ് ചേസിങ് കുറയും, നമ്മളുടെ കോൺസെൻട്രേഷൻ ഇന്നർ വർക്കിലേക്കായിരിക്കും ഡിവൈൻ കണക്ട് ചെയ്തിട്ട് വിടാം. ഇന്നർ വർക്ക് തുടങ്ങുന്നു എന്നുള്ളൊരു സിഗ്നൽ എന്താണെന്ന് പറയുമ്പോൾ നമ്മൾ ബ്ലെയിമിങ് കുറഞ്ഞുണ്ടായിരിക്കും. അതിന് പകരം നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് നോക്കിയിട്ട് എനിക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ട്, അത് ഞാൻ ഹീൽ ചെയ്യണം, അങ്ങനെ തോന്നി തുടങ്ങും. പിന്നെ അതുപോലെ തന്നെ DM-നെ ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ ആളെ പറഞ്ഞ് മനസ്സിലാക്കണം, ആളെ ചേസ് ചെയ്യണം, അങ്ങനത്തെ ഒക്കെ ഒരു അർജ് ഉണ്ടെങ്കിൽ അതൊക്കെ വളരെയധികം കുറയും. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഒരു സിംറ്റംസാണ്. അല്ലെങ്കിൽ ഇന്നർ വർക്ക് ചെയ്ത് തുടങ്ങുക എന്ന് പറയുന്ന, സ്വയം തോന്നി തുടങ്ങുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് ശരിക്കും നമ്മളത് ചെയ്യേണ്ടത്. അതിന് മുന്നും പലരും നിർബന്ധപൂർവമായിട്ട് ചെയ്യുന്നതൊന്നും ശരിക്കും നമുക്ക് എഫക്റ്റീവ് അല്ല. അതൊക്കെ ശരിക്കും നമ്മുടെ അപ്പോഴത്തെ ഒരു മാനസിക നിലയെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി മാത്രം നമ്മൾ ചെയ്യുന്ന വർക്കുകളാണ്. റിയൽ ആയിട്ടുള്ളൊരു ഇന്നർ വർക്ക് എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു സറണ്ടർ സ്റ്റേജിൽ നിന്നും നമ്മുടെ സോൾ നമ്മളോട് ചെയ്യാനായിട്ട് ഇന്നത് ചെയ്തു തുടങ്ങും എന്നുള്ളൊരു നമുക്കൊരു ഉൾവിളി വരും, ഇന്ന സമയത്ത് എന്ത് ചെയ്യണം എന്നുള്ളത്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതാണ് ശരിക്കുള്ള ഇന്നർ വർക്ക്. പിന്നെ അതുപോലെ ഒരു ക്വസ്റ്റ്യനാണ്, DF-ന് ഈ സമയം, അതായത് ഒരു പെയിൻ ഉണ്ടായിരിക്കുമല്ലോ ഈ ഒരു ജേണിയിൽ ത്രൂ ഔട്ട്, അതേപോലെയുള്ളൊരു പെയിന് DM-നും ഉണ്ടാകുമോ എന്നുള്ളതാണ്. ഉണ്ടാവും, പക്ഷേ എന്താണെന്ന് വെച്ചാൽ അവരത് എക്സ്പ്രസ് ചെയ്യില്ല, അല്ലെങ്കിൽ എക്സ്പ്രഷൻ ചെയ്യുന്ന രീതിക്ക് വ്യത്യാസം ഉണ്ടായിരിക്കും. ഒരു DF-നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആൾ ഇമോഷണലിയാണ് അതൊക്കെ റിലീസ് ചെയ്യുക, അവരുടെ പെയിൻസൊക്കെ. ഉദാഹരണം പറയുകയാണെങ്കിൽ വളരെയധികം ക്രൈയിങ് ചെയ്യാൻ സാധിക്കും, പർജിങ് ഉണ്ടാവും. പക്ഷേ ഒരു DM-ന് എന്തായിരിക്കും അവരുടെ ഡിസ്ട്രാക്ഷൻ, ഈഗോൻ്റെ ഒരു മതിൽ പൊളിയാന്നൊക്കെ പറയും. അതുപോലെ അവർ ഡീപ്പ് സൈലൻസിൽ പോവും. അതൊക്കെയാണ് അവരുടെ ഒരു പെയിൻഫുൾ സ്റ്റേജസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ പുറമേ കാണുമ്പോൾ എന്താണ്, സർഫേസിലേക്ക് നമുക്ക് വളരെ കാമായിട്ട് തോന്നും, പക്ഷേ അവരുടെ ഉള്ളിൽ ഗിൽറ്റ്, അതുപോലെ തന്നെ അവരുടെ ഒരു എലോൺനെസ്, അതുപോലെ തന്നെ അവരുടെ റിഗ്രറ്റ്, ഇതിൻ്റെയൊക്കെ ഒരു പീക്ക് സ്റ്റേജ് ആയിരിക്കും അവരുടെ ഉള്ളിൽ അനുഭവിക്കുന്നുണ്ടാവുക. അപ്പോൾ ആ സമയത്ത് നമുക്ക് എനർജി മിററിങ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു എഫക്റ്റ് ആർക്കും ഉണ്ടാവും, DF-നും അനുഭവിക്കാനായിട്ട് പറ്റും. അങ്ങനെയാണ് DF-ന് മനസ്സിലാവുക. DM-ൻ്റെ ഭാഗത്തുള്ള ഓരോ പെയിൻസും വേദനകളും ഒക്കെ നമുക്ക് ചില സമയത്ത് സഡനായിട്ട് കരച്ചിൽ വരിക, അങ്ങനെയൊക്കെ ഈ ഒരു ജേണിയിൽ ഉണ്ടാവും. അതൊക്കെ DM-ൻ്റെ ഇമോഷനാണ്. അപ്പോൾ അവർക്കും നല്ല രീതിയിൽ പെയിൻ ഉണ്ടാവും. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് DF-നേക്കാൾ കൂടുതൽ പെയിൻ അവർക്കായിരിക്കും. കാരണം DF-നേക്കാൾ കൂടുതൽ കാർമിക്കിൽ നിന്നുള്ള ഇഷ്യൂസും ഇതൊക്കെ ഫേസ് ചെയ്യുന്നത് DM ആണ്. അതിനേക്കാൾ ഉപരിയാണ് DF-ഉമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിലുള്ള ഒരു അകൽച്ചയും DF-ഉമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റാത്തതിൻ്റെ പെയിനും, അതുകൂടാതെ അവരുടെ വർക്ക് സ്പേസിലുള്ള പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ അവർക്കും നല്ല രീതിയിൽ പെയിൻ ഉണ്ടാവും. നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. 1 വീക്കായിട്ട് വയറൊക്കെ ഭയങ്കര അപ്സെറ്റാണ്, നല്ല വിശപ്പുണ്ട്, നൈറ്റിൽ ഉറക്കമില്ല, ഹാർട്ടിൻ്റെ അവിടെ ഒരു പെയിൻ പോലെ അല്ലെങ്കിൽ ഒരു ഭാരം പോലെ, പർജിങ് ആണ്, എന്തോ ഒരു ജോലിയിലായിരുന്നു, ആ ജോലി സഡനായിട്ട് പോയി. ഇതൊക്കെ ഫുൾ മൂണിൻ്റെ ഒരു ഭാഗമാണോ, എനർജിയുടെ ഭാഗമാണോ എന്ന് ചോദിച്ചു. ശരിക്കും ഫുൾ മൂൺ എനർജി വരുന്നതിനേക്കാൾ മുന്നേ DFs-നുള്ളൊരു സിംറ്റംസ് എന്നൊക്കെ പറയുമ്പോൾ സ്റ്റൊമക്ക് അപ്സെറ്റ് ഉണ്ടാവാറുണ്ട്. അതുപോലെ നല്ല വിശപ്പ് ഉണ്ടാവാറുണ്ട്. ഇമോഷണൽ പർജിങ് ഈ സമയത്ത് ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ സ്ലീപ്പ് ഡിസ്റ്റർബൻസും ഒരു തരം
ആങ്സൈറ്റി ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ആങ്സൈറ്റി കാരണം കൊണ്ട് നമുക്ക് ഹാർട്ടിൻ്റെ അവിടെ ഒരു ഹെവിനെസ്സും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യും. 1 വീക്കിൽ കൂടുതലൊക്കെ ഇത് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മളെന്താണെങ്കിലും ഇത് സ്പിരിച്വലായിട്ടുള്ള ഒരു കാര്യം മാത്രമായിട്ട് അസ്യൂം ചെയ്യാതെ അത് ഒരു മെഡിക്കൽ ചെക്കപ്പ് ഇഗ്നോർ ചെയ്യാതിരിക്കുക. അപ്പോൾ അത് നമ്മുടെ ബോഡിയുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. ഈ ഒരു ജേർണിയിലേക്ക് വരുമ്പോൾ DFസിനെ സംബന്ധിച്ച് അവർക്ക് ചേരാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അവരുടെ ലൈഫിൽ നിന്ന് ആദ്യമേ തന്നെ നിമിഷ നേരം കൊണ്ട് പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ഒന്ന് തന്നെയാണ് ജോബിൻ്റെ ഭാഗത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുക, അല്ലെങ്കിൽ ആ ജോബിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവുക, ചുറ്റിനുമുള്ള ഇതുവരെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകരായിക്കോട്ടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ എല്ലാവരിൽ നിന്നും ഒരു ഡിറ്റാച്ച്മെൻറ്റിൻ്റെ ഒരു അവസ്ഥയിൽ വരാം, ഒറ്റപ്പെടേണ്ടതായിട്ടുള്ളൊരു അവസ്ഥയിൽ വരാം, നമ്മളൊരു എലോൺ ആയിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. അതായത് നമ്മളുടെ എന്തൊക്കെയാണുള്ളത് അതെല്ലാം തകർന്ന് നമ്മളൊരു പുഴുവിനെ പോലെ ആയിട്ട് നമ്മൾ പിന്നെയാണ് ഒരു ബട്ടർഫ്ലൈസിനെ പോലെ എല്ലാം മനസ്സിലാക്കി ഹീൽ ചെയ്ത് വളർന്ന് നമ്മളൊരു നല്ല എല്ലാ അർത്ഥത്തിലും ഫിസിക്കലി മെൻ്റലി അതുപോലെ തന്നെ കരിയർ വൈസൊക്കെ നമ്മളൊരു അബണ്ടൻസിലേക്ക് എത്തിപ്പെടുന്നത്. അങ്ങനെ ഒരു ത്രൂ ഔട്ട് ഞാൻ എല്ലാ ഒരു ട്വിൻ ഫ്ലെയിംസിലും ഇങ്ങനെയാണ് കണ്ടിട്ടുള്ളത്.